ഞങ്ങള് രാവിലെ മുതൽ കാത്തു നിൽക്കില്ല. അശ്വതി ഒന്ന് കാണിച്ചു അശ്വതിയും ഭരണയൊന്നും ഇല്ലടാ. വേഗം കേട്ട്, നേരത്തെ പോണം. ഹലോ, പ്രൊഡക്ഷൻ മാനേജർ കൃഷ്ണൻ സ്പീക്കിംഗ്. സ്റ്റണ്ട് ഡയറക്ടർ പുറപ്പെട്ടില്ലെന്നോ? ഹിന്ദി പടത്തിന് ബോംബെക്ക് പോയിരിക്കുന്നോ? നാശം. എങ്ങനെ? വേറെ ആളയക്കുന്ന കാര്യമേ ഞാൻ ഡയറക്ടറോടൊന്ന് ചോദിക്കട്ടെ. ആകെ കുഴപ്പമായില്ലോ, എന്താ ചെയ്യപ്പോ? വേണ്ടാ, കണ്ണു തിരിയിലാണ് മുണ്ടം. കോസ്റ്റ്യൂമർ നടക്കുന്നു, കോസ്റ്റ്യൂമർ. സാർ, സ്റ്റണ്ട് ഡയറക്ടർ വരുന്നില്ലെന്ന് സർ. താങ്കൾ ഒരു കാര്യം ചെയ്യും, ആ പാഷയോട് വരാൻ പറയൂ. നാളത്തെ ഫ്ലൈറ്റിന് വരാൻ പറയൂ. നാളത്തെ ഫ്ലൈറ്റ്. ഹലോ, ആരാ വേണ്ടത്? ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, മെഡ്രാസ് സ്റ്റണ്ട് യൂണിയൻ ഓഫീസിലോട്ടേ ഒരു കോൾ ഒന്ന് ബുക്ക് ചെയ്യണം. ഇപ്പൊ സംസാരിച്ച നമ്പർ തന്നെയല്ലേ? ആ നമ്പറിനാണ് സാർ, അർജന്റ്. പിന്നെ മദ്രാസിൽ നിന്ന് സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ ഒരു പെണ്ണ് വരും. അവർക്ക് റൂം നമ്പർ 34 തന്നെ കൊടുക്കണം. ശരി, കൊടുക്കാം. മിസ്റ്റർ കൃഷ്ണൻ, എന്തോ ആശുപത്രി റെഡിയാ വരാൻ പറയൂ. ഇപ്പൊ കൊണ്ടുവരാം സാർ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ മോഹൻ? ശരി, ശനിയാഴ്ച ഞാനിവിടെ തന്നെ കാണും. ഞാനിവിടെ ഉണ്ടാവുമെന്നേ. ശരി, ബൈ. അതെ, ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ഗുഡ് മോർണിംഗ് സാർ. ഷൂട്ടിംഗ് എപ്പോഴാ? സാറി വന്നേ, ഡയറക്ടർ ആകെ മൂടവിട്ടില്ല. പോയിട്ട് പിന്നെ വാ. കർത്താവേ, ഏത് നേരത്താണോ? എന്ത് പറ്റി? അല്ലേ, ഷൂട്ടിംഗ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ അയാൾ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണെന്ന്. എടോ, താൻ ഒരു ഒറ്റ ഒരുത്തക്കാരനാ ഞാൻ സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. വല്ല കലിങ്കോ പാലോ പറഞ്ഞ എന്റെ കുഞ്ഞിനെ കഴിച്ചോണ്ടേ. പടം പിടിക്കാൻ പറഞ്ഞത് ഞാനാ, പക്ഷെ ഡയറക്ടർ ബുക്ക് ചെയ്ത് ഔസേപ്പച്ചനാ. നല്ല മര്യാദക്കാര് പിള്ളേരെ ഞാൻ ബുക്ക് ചെയ്ത് വരുമായിരുന്നല്ലോ. എടോ, എവിടെയോ ഹീറോയിനി അമ്മമാരാണ് കിറങ്ങാറായില്ലേ? ഇപ്പൊ വരും സാർ. ഔസേപ്പച്ചോ, ഔസേപ്പച്ചൻ രാവിലെ എന്നെയാണോ ചീത്ത പറയുന്നത്? ഏയ്, ഞാനോ? ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയപ്പോ ലേറ്റായി. വെളുപ്പിനെ 3 മണിക്കാ എത്തിയത്. ഔസേപ്പച്ചൻ അറിയോ? അത് പിന്നെ എനിക്കറിയത്തില്ലയോ. അശ്വതിയെ എന്തിനാ നേരത്തെ വിളിച്ചത് ഞാൻ കൃഷ്ണോട് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ പടം തുടങ്ങിയേ ഉള്ളൂ, അപ്പോഴേക്കും ഔസേപ്പച്ചൻ സിനിമാ ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. വണ്ടി കയറ്റി അയക്കണോ? ആണോ ഇങ്ങോട്ട്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ചക്കരപ്പന്തലിൽ തേൻ മലർച്ചൊരിയും ചക്രവർത്തി കുമാര.
ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? നിങ്ങളൊന്ന് കഴിക്കുന്നില്ലേ? വരുന്നടി. അശ്വതി റൂമിലെടുത്തോ? ഉണ്ട് സാർ. താങ്ക്സ്. നമസ്കാരം സാർ. ഒരാളുണ്ടോടോ? ഇല്ല സാർ, ഇപ്പൊ വീട്ടിൽ പോയതേ ഉള്ളൂ. വാ. ഹലോ, ഗുഡ് ഈവനിങ് ഹോട്ടൽ പ്രസിഡന്റ്. ആരെയോ വേണം? അശ്വതിയോ? പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ, മാഡത്തിന്റെ കാറുണ്ട്. പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ ഹലോ, സോറി, കട്ടായി. കോളോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു. എന്തായി? തീർന്നു? പറയാം. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഒരു കുഞ്ഞും അറിയില്ല. ആത്മഹത്യയായി കരുതിക്കൊള്ളു. ആത്മഹത്യയോ? എങ്ങനെ? ഞാൻ അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊലപാതകമാണെന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടി സാരിയിൽ കെട്ടിത്തൂക്കി. സത്യമാണോ നീ പറഞ്ഞത്? അതെ. പണം. ഈ സത്യം നീയും ഞാനുമല്ലാതെ മറ്റാരും അറിയില്ല. ഇല്ല. മുകളിലല്ല സാർ.
അലക്സേ, ഈ റൂം ആര് തുറന്നു? ഹോട്ടലിലെ ഡ്യൂപ്ലിക്കേറ്റ് ക്യൂ ഉപയോഗിച്ച് ഞാനാണ് തുറന്നത്. രാവിലെ ടെലിഫോൺ ചെയ്തിട്ടും ബെല്ലടിച്ചിട്ടും റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് ഹോട്ടലുകാർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. ശരി. എഫ്ഐആർ എന്ത് ചെയ്യേ? എഫ്ഐആർ കൊണ്ടുവരൂ. ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന എല്ലാവരുടെയും പേരും അഡ്രസ്സും കളക്ട് ചെയ്ത് വെക്കണം. സർ. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരും പോലീസിന്റെ സമ്മതം കൂടാതെ സ്ഥലം വിടരുത്. അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സർ. ചോദ്യം ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. സർ, ആ റൂമിലിരിക്കാം സർ. താങ്ക് യു. ആ കുമാരപുരത്ത് ഔസേപ്പച്ചൻ എങ്ങനെ ഇവിടെ വന്നു? അയാളാണ് സർ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. അത് ശരി. അയാൾക്ക് ഇപ്പൊ പടം പിടുത്തമുണ്ടോ? അയാളെ ഒന്ന് വിളിച്ചേ. സർ. എന്താടോ ഈ പെണ്ണ് കെട്ടിത്തൂങ്ങിച്ചാകാൻ കാരണം? ഒന്നും പറയാറായിട്ടില്ല സർ. ഇതിൽ ഔസേപ്പച്ചൻ ആരാ? ഔസേപ്പച്ചൻ ഞാനാ. ആ, സാറ് പറഞ്ഞ അകത്തേക്ക് വരാൻ. മകൾ ചെല്ല്. ഓ, നമസ്കാരം. ആ, ഇരിക്കേ. പാപി ചെല്ലുന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട്. ഉണ്ട്. തന്റെ കാര്യത്തിൽ അത് ശരിയാണല്ലോടോ ഔസേപ്പച്ച? അയ്യോ, ആ, വാ 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 ഇരിക്കേ. ഒരെണ്ണം കഴിഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുമ്പോ ദേ റെഡിയായിരിക്കുന്നു അടുത്തത്. ഇതെന്താ ഔസേപ്പച്ച ഇങ്ങനെ? എന്റെ പൊന്നു സാറ്, എനിക്കൊന്നും അറിഞ്ഞൂടായി. പാലം പണിയും ചാരായ കച്ചവടവുമായി നടന്ന താനെങ്ങനാടോ സിനിമ പിടിക്കാൻ ഇറങ്ങിയത്? ഒരബദ്ധം പറ്റിയതാന്നേ. തന്റെ മരുമകൻ ജോണിക്കുട്ടി ഇപ്പോഴെവിടെ ഉണ്ട്? പരോളിലാന്നേ. മകനോ? വീട്ടിലുണ്ട്. അവനാ ഇപ്പം നാട്ടിലെ ബിസിനസ് ഒക്കെ നോക്കുന്നത്. ഓമന കൊലക്കേസിൽ ശിക്ഷ കിട്ടാതെ താനും ഇയാളും രക്ഷപ്പെട്ടു അല്ലേ? കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതോ CBI-ക്കാർക്കും താൻ? കർത്താവിനാണില്ലേ ഒരു ചില്ലിക്കാശ് പോലും. എന്നോട് പറയാതെയോ സമ്മതം വാങ്ങാതെയോ താനും തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റയാളും ഇവിടെ വിട്ട് പോയേക്കരുത്. ഇല്ലേ? തൊഴുത് മതി, കൈയെടുക്ക. അലക്സേ. സർ. പ്രേതം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കൂ. ആ മുറിയിലുള്ള അവളുടെ സാധനങ്ങൾ മുഴുവൻ മാസ്റ്റർ എഴുതി കസ്റ്റഡിയിൽ എടുക്കണം. സർ.